അവൾ കുളിച്ചിറങ്ങുന്നതിന് മുൻപായി തന്നെ ഭക്ഷണം എത്തി. അവനും കുളിച്ചിറങ്ങി വന്നതിന് ശേഷം ഇരുവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു. അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുകയാണവൾ. അവൻ അവളെ ചേർത്ത് പിടിച്ചിട്ടുമുണ്ട്. തുമ്പി, അവൻ അവളെ അരുമയായി വിളിച്ചു. ടുഡേ ഈസ് ദ ഡേ ഫോർ അസ് എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. ഇന്ന് തന്നെ നിന്നെ സ്വന്തമാക്കണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിനക്കും എനിക്കും ഒരുപോലെ ക്ഷീണമുണ്ട്. നമ്മൾ ഒന്നാകുമ്പോൾ അതിൽ എനിക്കോ നിനക്കോ മടുപ്പ് തോന്നരുത്. നിന്റെ ഓരോ അണുവും എനിക്ക് ചുംബിച്ചുണർത്തണം. എൻ്റെ കൈകളും ചുണ്ടുകളും നിന്റെ ഉടലാകെ പരതി നടക്കണം. സൂര്യേട്ടാ, വേണ്ട. അവൻ പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവൾ അവനെ തടഞ്ഞു. അവൻ്റെ ഓരോ വാക്കുകളിലും അവളിൽ രോമാഞ്ചമുണർത്തി. ശരി, പറയുന്നില്ല, പ്രവർത്തിച്ചു കാണിക്കാം. അധികം വൈകില്ല. അത് പറഞ്ഞ് അവൻ അവളുടെ തലയിലൂടെ ഒന്ന് തലോടി. ഉറങ്ങിക്കോ. അവൻ പറഞ്ഞതും അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവനും അവളെ ചേർത്ത് പിടിച്ച് ഇരുവരും നിദ്രയിലാണ്ടു. രാവിലെ എഴുന്നേറ്റ് ഇരുവരും ഡൈനിങ് ഏരിയയിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കൊടൈക്കനാൽ കാണാനിറങ്ങി. രാവിലെ മുതൽ രാത്രിയാകും വരെ ഇരുവരും കൊടൈക്കനാലിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെ മുഴുവൻ കറങ്ങുകയായിരുന്നു. ഉച്ചയ്ക്കുള്ള ഭക്ഷണവും വൈകുന്നേരത്തെ ചായയും എല്ലാം പുറത്തുനിന്നും അവരുടെ ഇഷ്ടത്തിന് വാങ്ങിക്കഴിച്ചു. രാത്രി ആയപ്പോഴാണ് രണ്ടുപേരും തിരികെ റിസോർട്ടിലേക്ക് ചെന്നത്. അവിടെ ചെന്ന് ഇരുവരും ഡ്രസ്സൊക്കെ മാറി ഡിന്നർ കഴിക്കാൻ പോകാൻ തീരുമാനിച്ചു. ഡിന്നർ റിസോർട്ടിൽ നിന്നും തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. മുറിയിലേക്ക് കയറിയപ്പോൾ സൂര്യൻ അവൻ്റെ ബാഗിൽ നിന്നും എന്തോ എടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താ ഇത്? നോക്ക്, ഡിന്നർ കഴിക്കാൻ വരുമ്പോൾ ഇതെടുത്താൽ മതി. ഞാനൊന്ന് താഴെ വരെ പോയിട്ട് വരാം.